ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സീരീസ് തന്നെയാണ് ആഷസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററി അത് രൂപപ്പെട്ട് വരുന്ന ഒരു രീതിയുണ്ട്. അതായത് പ്രിപ്പറേഷൻസ് മാസങ്ങൾക്ക് മുമ്പേ രണ്ട് രാജ്യങ്ങളിലെയും പഴയ താരങ്ങളും ക്രിക്കറ്റ് ആരാധകരും തമ്മിലുള്ള ഒരു ഫൈറ്റ്, അതുപോലെ തന്നെ ബ്യൂട്ടിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് രീതി കാണാൻ, അതിൻ്റെ ഭംഗി കാണാനൊക്കെ വളരെ രസമാണ്. പാറ്റ് കമ്മിൻസ് അവൈലബിൾ അല്ല എന്നുള്ളതാണ് ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ചലഞ്ച്. ഫസ്റ്റ് മാച്ച് ഓസ്ട്രേലിയ ക്യാപ്റ്റൻ ചെയ്യുന്നത് സ്റ്റീവൻ സ്മിത്ത് ആണ്. പോരാത്തതിന് ജോഷ് ഹേസൽവുഡും ഒരു ചെറിയ പരിക്കിൻ്റെ പേരിൽ ഫസ്റ്റ് ടെസ്റ്റ് കളിക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും കീ ആയിട്ടുള്ള അവരുടെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് സ്റ്റീവൻ സ്മിത്ത് തന്നെയാണ് അവരുടെ ക്യാപ്റ്റൻ. അതാണ് അവരുടെ നെടുന്തൂണ് എന്ന് പറയുന്നത് അവരുടെ ബാറ്റിങ്ങിൻ്റെ. മറു സൈഡിൽ ഇംഗ്ലണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഓസ്ട്രേലിയക്ക് വന്നപ്പോൾ ഉള്ളൊരു ഇംഗ്ലണ്ട് അല്ല ഇപ്പോൾ. ബാസ് ബോൾ എന്ന് പറയുന്ന ഒരു അഗ്രസീവ് ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ഇംഗ്ലണ്ട്. അങ്ങനെ ഒരു ബാസ് ബോൾ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരുന്ന ആദ്യത്തെ ആഷസ് സീരീസ് ആണ് ഇത് എന്നുള്ളൊരു പ്രത്യേകതയും കൂടെയുണ്ട്. സോ എങ്ങനെ ബാസ് ബോൾ ഓസ്ട്രേലിയയിൽ വർക്കൗട്ട് ആവും, ഓസ്ട്രേലിയ അത് എങ്ങനെ പ്രതിരോധിക്കും, അല്ലെങ്കിൽ അതൊരു ഫ്ലോപ്പ് ആവോ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയെ എടുത്ത് ഒരു അട്ടിമറി നടത്താനായിട്ട് ഇംഗ്ലണ്ടിന് സാധിക്കുമോ എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞൊരു 10-15 വർഷത്തേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് വന്ന ഏറ്റവും മികച്ച ഇംഗ്ലണ്ട് ടീമാണെന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ഒരു ബാറ്റിംഗ് ലൈനപ്പ്, ഇംഗ്ലണ്ട് ബാറ്റിംഗ് ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ജോ റൂട്ടാണ് അവിടെ അവരുടെ ഒരു നെടുന്തൂണെന്ന് പറയുന്നത്. അതുപോലെ ഹാരി ബ്രൂക്ക്, ദ ന്യൂ അഗ്രസീവ് ആയിട്ടുള്ള ഓപ്ഷൻ. പോരാത്തതിന് അവരുടെ പേസ് ബോളേഴ്സ് ആയിട്ടുള്ള ജോഫ്ര ആർച്ചർ, അതുപോലെ മാർക്ക് വുഡൊക്കെ ഫിറ്റായിട്ടാണ് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നത്. സോ ഒരു ഫുൾ പവേർഡ് ഔട്ട് ആയിട്ടുള്ളൊരു ഇംഗ്ലണ്ട് ടീം ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ട് 2015 ശേഷം ഒരു ആഷസ് വിൻ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇംഗ്ലണ്ട് ഈ ആഷസ് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി വെരി ഹാപ്പി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സീരീസിനെ നോക്കി കാണുന്നത്. സോ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഇതൊരു വമ്പൻ ചലഞ്ച് തന്നെയാണ്. അത്ര ഈസി അല്ല ഓസ്ട്രേലിയ തോൽപ്പിക്കുക എന്ന് പറയുന്നത്. 2011 അവസാനമായിട്ട് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത് ഓസ്ട്രേലിയയിൽ വെച്ച്. സോ അതുകൊണ്ട് തന്നെ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഈ ബാറ്റിംഗ് ലൈനപ്പിന് തീർച്ചയായിട്ടും സാധിക്കും. അത് ഏത് തരത്തിലുള്ള ബാസ് ബോൾ ആണ് ഇവർ കളിക്കാൻ പോകുന്നത് അനുസരിച്ചിരിക്കും. ബാസ് ബോൾ ഈസ് ഗുഡ്, പക്ഷേ എപ്പോൾ അത് ചെയ്യണം, എപ്പോൾ അഗ്രസീവ് ആവണം, എപ്പോൾ കുറച്ച് പിന്നിലേക്ക് വലിഞ്ഞ് നിൽക്കണം എന്നുള്ളതിൻ്റെ ഒരു തീരുമാനം, ഒരു സ്ട്രാറ്റജീസ് ചെയ്തിട്ടാണ് ഇംഗ്ലണ്ട് ടീം ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഈ ടീമിന് തീർച്ചയായിട്ടും ഓസ്ട്രേലിയയെ തോൽപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ആദ്യത്തെ മത്സരം നടക്കുന്നത് പെർത്തിലാണ്. ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു ക്യാപ്റ്റനായാലും ഇവിടെ ബാറ്റ് ചെയ്യാനേ പ്രിഫർ ചെയ്യുള്ളൂ. അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ 5 മാച്ചിലും നടന്നിട്ടുള്ളത്. പിച്ച് വളരെ പേസും ബൗൺസും തരുന്ന പേസ് ബോളേഴ്സിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിച്ചാണ്. ഇവിടെ കമ്മിൻസും ഹേസൽവുഡും കൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച്. ഇനി ഇതിനെ ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ ഇപ്പോൾ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ടേബിളിൽ നമ്പർ 1 വെസ്റ്റ് ഇൻഡീസിനെ 3-0 പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ മുമ്പിലാണുള്ളത്. ഇംഗ്ലണ്ടിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുമായിട്ട് ഡ്രോ ആയതുകൊണ്ട് തന്നെ അവരിപ്പോൾ 6ാം സ്ഥാനത്താണുള്ളത്. അപ്പോൾ ഈ ഒരു സീരീസ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന 1.5 മാസക്കാലം നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആഷസിൻ്റെ വാശിയേറിയ വീറുള്ള പോരാട്ടങ്ങൾ. എന്തായാലും കളി കാണാൻ രസമായിരിക്കും.